ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. 5ാം ക്ലാസ്സിലെ എല്ലാ കൂട്ടുകാർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് ആനുവൽ എക്സാം 2025 കേരള പാഠാവലിയിലെ കുറച്ച് മോഡൽ ക്വസ്റ്റ്യൻസും അവയുടെ ആൻസേഴ്സുമാണ്. നമുക്കറിയാം പുതിയ സിലബസാണ്. അപ്പോൾ കഴിഞ്ഞ വർഷത്തെ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് ഒന്നുമില്ല. അപ്പോൾ ഇത്തരത്തിലുള്ള മോഡൽ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് നമുക്ക് റെഫർ ചെയ്ത് കഴിഞ്ഞാൽ എങ്ങനെയുള്ള ക്വസ്റ്റ്യൻസ് ആണ് വരുന്നത്, എങ്ങനെയാണ് ആൻസർ ചെയ്യേണ്ടത് എന്നൊക്കെ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ വേണ്ടി പറ്റും. ഓക്കെ, ഇതുപോലെയുള്ള ബാക്കിയുള്ള സബ്ജക്റ്റുകൾ നമ്മൾ അപ്ലോഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ആവശ്യമായിട്ട് കൂട്ടുകാർ തീർച്ചയായിട്ടും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ ബെല്ലൈക്കൺ കൂടെ ഇനേബിൾ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനും കൂടെ ലഭിക്കുന്നതാണ്. അത് നമുക്ക് നേരെ വീഡിയോയിലേക്ക് നോക്കാം. ഒന്നാമത്തെ ചോദ്യം വായിക്കാം എഴുതാം എന്നതാണ്. എല്ലാ വർഷവും നമ്മുടെ കേരള പാഠാവലി, അടിസ്ഥാന പാഠാവലി, ഇംഗ്ലീഷ് എന്നിവയിലൊക്കെ വരാറുള്ളത്. അപ്പോൾ ഒന്നുകിൽ ചിലപ്പം വല്ല ഖണ്ഡികയായിരിക്കും, അല്ല എന്നുണ്ടെങ്കിൽ വല്ല കവിതയായിരിക്കും. എന്തായാലും അതുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങളായിരിക്കും ആദ്യം ഉണ്ടാവുക. എന്തായാലും ചോദ്യങ്ങൾക്ക് ഉത്തരം എഴുതേണ്ടത് നിർബന്ധവുമാണ്. അപ്പോൾ എന്താണ് തന്നിട്ടുള്ളത് അത് നന്നായിട്ട് വായിച്ചു മനസ്സിലാക്കാൻ വേണ്ടി ശ്രമിക്കാം. താഴെ കൊടുത്ത ഖണ്ഡിക വായിച്ച് ചോദ്യങ്ങൾക്ക് ഉത്തരം കണ്ടെത്തുക. ഓക്കെ. കണ്ടത്തിൻ പാറയിൽ ചെന്ന് ഇരുന്നു, ചുറ്റും തുമ്പികൾ നൃത്തം വെക്കുന്നു, തുമ്പിത്തുള്ളൻ കേട്ടിട്ടേയുള്ളൂ, എത്ര മനോഹരമാണെന്ന് അറിഞ്ഞ നിമിഷങ്ങൾ. ചെറുകാറ്റ് വീശുമ്പോൾ അവ ദൂരേക്ക് പറന്നു മാറുന്നു, ഒരിടത്തും ഇരിക്കാതെ അവ തുള്ളിക്കൊണ്ടേയിരിക്കുന്നു. നൃത്തം ചെയ്യാൻ പ്രയാസമുണ്ടാവണം, അവർ അപ്രത്യക്ഷമാകുന്നു. കാറ്റു പോകുമ്പോൾ വീണ്ടും വന്നു നൃത്തം വെക്കുന്നു. പാറയിൽ കിടന്ന് ആകാശം കാണുമ്പോൾ ഇന്നേ വരെ കാണാത്ത കുത്തരി മേഘങ്ങൾ. തിരിച്ചു നടക്കുമ്പോൾ കിഴക്ക് മലകൾ മഞ്ഞുമൂടി കിടക്കുന്നു. ഒരു ഹിമാലയം ദൃശ്യം പോലെ നടന്നു നടന്നു പാലത്തിലെത്തുമ്പോൾ സന്ധ്യ കനക്കുന്നു, സൂര്യൻ താഴുന്നു. ഇതാണ് തന്നിട്ടുള്ള ഖണ്ഡിക. ഇനി ഇതിലെ ചോദ്യങ്ങളും ഉത്തരങ്ങളും നോക്കാം. ഒന്നാമത്തെ ചോദ്യം, ചുറ്റും തുമ്പികൾ എന്തു ചെയ്യുന്നു? എന്താ ചെയ്യുന്നത്? നൃത്തം വെക്കുന്നു അല്ലേ. രണ്ടാമത്തേത്, ഒരിടത്തും ഇരിക്കാത്തത് ആരാണ്? തുമ്പികളാണ്. 3, കുത്തരി മേഘങ്ങൾ എവിടെയാണ് കാണുന്നത്? എവിടെയായിരുന്നു? ആകാശത്തായിരുന്നു. 4, ചെറുകാറ്റ് വീശുമ്പോൾ അവ ദൂരേക്ക് പറന്നു മാറുന്നു. കാരണം എന്താവാം? എന്തുകൊണ്ടാണ്? കാറ്റ് വീശുമ്പോൾ പറക്കാൻ ബുദ്ധിമുട്ട് ഉള്ളതുകൊണ്ട്. 5-ാമത്തേത്, സന്ധ്യ കനക്കുന്നു എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത് എന്താണ്? ഇരുട്ടായി തുടങ്ങുന്നു എന്നതാണ്. ഇനി പ്രവർത്തനം 2 വിശദീകരണ കുറിപ്പ്. ഒരുമ തന്നെ പെരുമ. മുകളിൽ കൊടുത്ത പഴഞ്ചൊല്ലിൻ്റെ വിശകലന കുറിപ്പ് തയ്യാറാക്കാനാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ എന്താണ് ഒരുമ തന്നെ പെരുമ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്നതാണ് നമ്മൾ അവിടെ എഴുതി കൊടുക്കേണ്ടത്. ഫുട്ബോൾ കളിയെക്കുറിച്ച് നമുക്കറിയാം. കളിക്കാർ ഒരുമയോടെ കളിച്ചാൽ മാത്രമേ വിജയം സ്പർശിക്കാൻ സാധിക്കുകയുള്ളൂ. കളിയിൽ മാത്രമല്ല, ജീവിതത്തിലും വിജയത്തെ പുൽകാൻ ഓരോരുത്തർക്കും ആവശ്യമുള്ള ഗുണമാണ് ഒരുമ. ഒറ്റയ്ക്ക് ഒരാൾക്ക് ചെറിയ കാര്യങ്ങൾ നിറവേറ്റാൻ സാധിക്കുമെങ്കിൽ കൂട്ടായി ലോകത്തെ തന്നെ മാറ്റങ്ങൾ കുറിക്കുവാൻ സാധിക്കും. കൂടുതൽ ദൂരം സഞ്ചരിക്കണമെങ്കിൽ ഒരുമിച്ച് നടക്കണം എന്ന പ്രായോഗിക തത്വമാണ് ഒരുമയുടെ അടിത്തറ എന്ന് പറയുന്നത്. അടുത്തത് പ്രവർത്തനം 3, കുറിപ്പ് തയ്യാറാക്കുക. ബന്ധുര കാഞ്ചന കൂട്ടിലാണെങ്കിലും ബന്ധനം ബന്ധനെ തന്നെ പാരിൽ. എന്നൂടെ പറയാം. ബന്ധുര കാഞ്ചന കൂട്ടിലാണെങ്കിലും ബന്ധനം ബന്ധനം തന്നെ പാരിൽ. വള്ളത്തോളിൻ്റെ കവിതയിലെ കുറച്ച് വരികളാണ്. സ്വർണം കൊണ്ടുള്ള കൂടാണെങ്കിലും അതിനുള്ളിൽ അടച്ചിട്ടിരിക്കുന്ന കിളിയുടെ അവസ്ഥ ദയനീയമാണ്. സ്വാതന്ത്ര്യമില്ലാത്ത അവസ്ഥ അഭിമാനമുള്ള ആരും ആഗ്രഹിക്കുന്നില്ല. കൂട്ടിലകപ്പെട്ടിരിക്കുന്ന കിളിയുടെ മനോവിചാരങ്ങൾ എന്തൊക്കെയാവാം? ഡെയ്സി ചെടി എന്ന പാഠഭാഗത്തിൻ്റെ വെളിച്ചത്തിൽ കുറിപ്പ് തയ്യാറാക്കാനാണ് പറഞ്ഞിട്ടുള്ളത്. നമ്മൾ പഠിച്ചിട്ടുള്ളതാണ് ഡെയ്സി ചെടി എന്ന് പറയുന്നത്. ഡെയ്സി ചെടിയുടെയും അതുപോലെ തന്നെ അതിലെ ആ കിളിയുടെയും കഥ നമ്മൾ പഠിച്ചിട്ടുള്ളതാണല്ലേ. അപ്പോൾ അതിൻ്റെ വെളിച്ചത്തിലായിരിക്കണം നമ്മളിവിടെ ഉത്തരം എഴുതേണ്ടത്. പ്രകൃതിയെ സ്നേഹിച്ചും സ്വാതന്ത്ര്യം ആസ്വദിച്ചും മനോഹരമായ പാട്ടുപാടിയും നടന്നിരുന്ന വാനമ്പാടിയെ 2 കുട്ടികൾ ചേർന്ന് കൂട്ടിലടക്കുന്നു. ദുഃഖവും ദാഹവും സഹിക്കവയ്യാതെ വാനമ്പാടിയുടെ പാട്ട് വിലാപഗാനമായി മാറുന്നു. പക്ഷിക്ക് കഴിക്കാനായി കുട്ടികൾ ഡെയ്സി ചെടിയെ പറിച്ചു കൂട്ടിൽ വെച്ചു കൊടുക്കുന്നു. കാടും ലോകവും നഷ്ടപ്പെട്ട വാനമ്പാടിക്ക് പിന്നെ കൂട്ടായുള്ളത് ആ കൂട്ടിലെ ഡെയ്സി ചെടി മാത്രമാണ്. തൻ്റെ ലോകം അതിൽ മാത്രമായി മാറിയിരിക്കുന്നു എന്ന് മനസ്സിലാക്കിയ വാനമ്പാടി, ഒരു പുൽനാമ്പ് എനിക്കുമ്പോൾ വൻമരമാണ്, നിന്റെ ഓരോ ഇതളും എനിക്കൊരു പൂവാണ്. സ്വാതന്ത്ര്യവും സ്വപ്നവും നഷ്ടപ്പെട്ട ഒരാൾ സ്വയം ആശ്വാസം കണ്ടെത്തുന്ന വാക്കുകളായി ഇതിനെ നമുക്ക് കണക്കാക്കാം. ഒരു കിളിയും പൂവും തമ്മിലുള്ള സ്നേഹബന്ധത്തിൻ്റെ കഥയാണ് എ. വിജയൻ്റെ ഡെയ്സി ചെടി. പരസ്പര സ്നേഹത്തിൻ്റെ പ്രാധാന്യത്തിന് പുറമെ പ്രകൃതിയിലെ ഓരോ ജീവിക്കും അവരുടേതായ സ്വാതന്ത്ര്യം ഉണ്ട് എന്ന വലിയൊരു സന്ദേശം കൂടി ഈ കഥ നമുക്ക് നൽകുന്നുണ്ട്. ഇനി അടുത്തത് പ്രവർത്തനം 4, പ്രതികരണ കുറിപ്പാണ്. പൊൻകുന്നം വർക്ക് എഴുതിയ എൻ്റെ അമ്മ എന്ന പാഠഭാഗത്തിലെ ഏത് അനുഭവമാണ് നിങ്ങളെ പ്രയാസപ്പെടുത്തിയത്? കുറിപ്പ് തയ്യാറാക്കാനാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ അതിലൊരുപാട് കാര്യങ്ങൾ പറയുന്നുണ്ട് അല്ലേ. അന്നത്തെ സാഹചര്യങ്ങളെ കുറിച്ചിട്ടൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ ഏത് ഭാഗമാണോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടത് അതിനെക്കുറിച്ചിട്ടായിരിക്കണം നിങ്ങൾ എഴുതേണ്ടത്.
പണ്ടുകാലത്തെ ജീവിതം എത്രത്തോളം കഷ്ടപ്പാടുകളും ദുരിതവും നിറഞ്ഞതാണെന്ന് ഈ പാഠഭാഗത്തിലൂടെ എനിക്ക് മനസ്സിലായി. ഒരുപാട് പ്രയാസത്തിലൂടെ കടന്നു പോകുമ്പോൾ ജീവിതത്തിൻ്റെ എണ്ടറ്റവും കൂട്ടിമുട്ടിക്കാൻ പെടാപ്പാടുപെടുന്ന അമ്മയെയും ഇവിടെ കാണാൻ കഴിയുന്നു. ഇംഗ്ലീഷ് സ്കൂളിൽ പോകണമെന്ന് പറഞ്ഞപ്പോൾ വർക്കിയെ അമ്മ തല്ലിയ സംഭവമാണ് എന്നെ വളരെയധികം സ്വാധീനിച്ചത്. സ്വന്തം മകനെ ഇംഗ്ലീഷ് മീഡിയത്തിൽ പറഞ്ഞയക്കണമെന്ന് ആഗ്രഹമില്ലാഞ്ഞിട്ടല്ല അമ്മ അങ്ങനെ ചെയ്തത്, അതിനുള്ള സാമ്പത്തിക സ്ഥിതി ഇല്ലാത്തതുകൊണ്ടാണ്. എല്ലാവരും 4ാം ക്ലാസ്സിൽ നിന്ന് ജയിച്ച ശേഷം ഇംഗ്ലീഷ് സ്കൂളിൽ പോയി തുടങ്ങി. വർക്കി മാത്രം സ്കൂളിൽ പോയതേയില്ല. അതിനെക്കുറിച്ച് ചോദിച്ചപ്പോഴാണ് അമ്മ അവനെ തല്ലിയത്. തല്ലു കിട്ടിക്കഴിഞ്ഞപ്പോൾ അവൻ്റെ കരച്ചിൽ കണ്ടപ്പോൾ അമ്മയും കൂടെ കരയുന്ന രംഗവും മറക്കാൻ കഴിയില്ല. അന്നത്തെ സാമ്പത്തിക സാമൂഹിക സ്ഥിതി ഇതിൽ നിന്നും നമുക്ക് വിലയിരുത്താൻ കഴിയും. ഓക്കെ, അപ്പോൾ ഇത്തരത്തിലുള്ള ഒരു ചോദ്യവും വരാൻ സാധ്യതയുണ്ട്. അല്ലെങ്കിൽ അന്നത്തെ വർക്കിയുടെ ഡയറി എഴുതാനും പറയാൻ സാധ്യതയുണ്ട്. അപ്പോൾ അതും നിങ്ങൾക്ക് ഇതേ ഒരു രീതിയിൽ എഴുതാവുന്നതാണ്. ഓക്കെ, ഡയറി എഴുതുമ്പോൾ തീയതിയും അതുപോലെ തന്നെ ദിവസവും എഴുതാൻ മറന്നു പോകരുത്. അടുത്തത് 5 അനുഭവക്കുറിപ്പാണ്. നിങ്ങളും നിങ്ങളുടെ അമ്മയുമായുള്ള സന്തോഷകരമായ അല്ലെങ്കിൽ സങ്കടകരമായ ഒരു സംഭവത്തെക്കുറിച്ച് അനുഭവക്കുറിപ്പ് തയ്യാറാക്കാൻ വേണ്ടി പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ കൂട്ടുകാർക്ക് ജീവിതത്തിൽ എന്തെങ്കിലും ഒരു സന്തോഷമുള്ളതോ സങ്കടമുള്ളതോ ഒക്കെ അമ്മയുമായിട്ടുണ്ടാവും അല്ലേ. അപ്പോൾ ആ ദിവസത്തെ അല്ലെങ്കിൽ ആ ഒരു കുറിപ്പാണ് നിങ്ങളിവിടെ അനുഭവക്കുറിപ്പായിട്ട് എഴുതേണ്ടത്. അടുത്തത് 6ാമത്തെ പ്രവർത്തനം ഒരു പ്രസംഗം തയ്യാറാക്കാനാണ്. മണ്ണറിവ് പൊന്നറിവാണ്. മണ്ണിൻ്റെ പ്രാധാന്യത്തെക്കുറിച്ച് നമ്മൾ ഒരുപാട് കാര്യങ്ങൾ പഠിച്ചു. ഡിസംബർ 5 ലോക മണ്ണു ദിനമാണ്. അന്ന് സ്കൂളിൽ അവതരിപ്പിക്കുന്നതിന് ആവശ്യമായിട്ടുള്ള പ്രസംഗം തയ്യാറാക്കാനാണ് പറഞ്ഞിട്ടുള്ളത്. ഓക്കെ, വേദിയിലിരിക്കുന്ന വിശിഷ്ട വ്യക്തികളെ, പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ നമസ്കാരം. അപ്പോൾ നമ്മൾ പ്രസംഗം എഴുതുമ്പോൾ ഒരു അഭിസംബോധന ഉണ്ടായിരിക്കണം. ഇന്ന് ഡിസംബർ 5 ലോക മണ്ണ് ദിനം. ജൈവ വൈവിധ്യങ്ങളുടെ കലവറയാണ് മണ്ണ്. നട്ടും നനച്ചും ആരോഗ്യമുള്ള വരും തലമുറയ്ക്ക് വേണ്ടി കാത്തുസൂക്ഷിക്കേണ്ട നമ്മുടെ പൈതൃകങ്ങളിൽ പെട്ടതാണ് മണ്ണ്. ഡോക്ടർ വില്യം ബീബ് കണ്ടെത്തിയ പോലെ മണ്ണിൽ ധാരാളം സൂക്ഷ്മജീവികൾ വസിക്കുന്നുണ്ട്. ഇവയെല്ലാം പരസ്പരം ബന്ധപ്പെട്ട് ജീവിക്കുന്നവയാണ്. നമ്മൾ മനുഷ്യർക്കും ഇവ ഉപകാരപ്രദമാണ്. മണ്ണിൽ നിന്നും നമുക്ക് ഒരുപാട് ഗുണങ്ങൾ കിട്ടാറുണ്ട്. പണ്ടുകാലങ്ങളിൽ മണ്ണുമായി ഒരുപാട് കളിച്ചിരുന്ന കുട്ടിക്കാലമായിരുന്നു ഉണ്ടായിരുന്നത്. ഇന്ന് മൊബൈൽ ഫോണുകളിൽ ഒതുങ്ങിപ്പോകുന്ന ബാല്യകാലമായി മാറുന്നു. മണ്ണിലുള്ള സൂക്ഷ്മജീവികൾ നമ്മുടെ ഒരുപാട് അസുഖങ്ങൾക്ക് മരുന്നാണ്. മണ്ണിൻ്റെ പരിപാലനവും സംരക്ഷണവും നമ്മൾ ഉറപ്പാക്കണം. അതിനുവേണ്ടി മരങ്ങൾ നട്ടുപിടിപ്പിക്കുക, പരമാവധി വെള്ളം ഭൂമിയിൽ താഴാൻ അനുവദിക്കുക, ജൈവ കൃഷികൾ ചെയ്യുക തുടങ്ങിയ കാര്യങ്ങൾ ചെയ്യുന്നത് നമ്മുടെ കടമയാണ്. മണ്ണിനെ സംരക്ഷിക്കുന്നത് ഒരു തലമുറയെ സംരക്ഷിക്കുന്നതിന് തുല്യമാണെന്ന് ഓർമ്മിപ്പിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം. ഓക്കെ, അപ്പോൾ ഇവിടെ ഇത്തരത്തിലുള്ള കുറച്ച് ക്വസ്റ്റ്യൻസ് ആണ് നമ്മളിപ്പോൾ ഡിസ്കസ് ചെയ്തത്. ഇനി നമുക്ക് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കുറച്ച് ക്വസ്റ്റ്യൻസും കൂടെ നോക്കാം. അപ്പോൾ അത് എക്സാമിൻ്റെ മുന്നേ ആയിട്ട് തന്നെ അപ്ലോഡ് ചെയ്ത് തരുന്നതാണ്. അപ്പോൾ എല്ലാ കൂട്ടുകാരും അതും കൂടെ കാണാൻ, നന്നായിട്ട് പഠിക്കുക, എല്ലാ ഭാഗങ്ങളും എല്ലാ പാഠഭാഗങ്ങളും മനസ്സിലാക്കി വെക്കുക. എല്ലാവർക്കും നല്ല മാർക്ക് തന്നെ സ്കോർ ചെയ്യാൻ വേണ്ടി കഴിയട്ടെ. ഓക്കെ, താങ്ക് യു. താങ്ക്സ് ഫോർ വാച്ചിങ്.